ലക്ഷ്മി, കിരണിന്റെ പേഴ്സ് എവിടെ? ഈ അലമാരയിലുണ്ടല്ലോ ചേച്ചി. ഒന്നിങ്ങെടുത്തേ. എന്തിനാ? അല്ലെങ്കിൽ ഞാൻ എടുത്തു. കിരണേ, എടാ നീ അപ്പുവിന്റെ സ്കൂൾ ഫീസ് അടച്ചില്ലേ? ഇല്ലമ്മ, ഞാനത് അളിയനോട് പറയാതിരിക്കുകയായിരുന്നു. വേറൊന്നുമില്ല, ഈ മാസം നമ്മുടെ ലക്ഷ്മിയുടെ അനിയത്തെ പെണ്ണാണ് ഒരു കൂട്ടർ വരുന്നുണ്ട്. അവിടെ അല്ലറ ചില്ലറ ചിലവുകളൊക്കെ ഉണ്ട്. എടാ, അവർ അടുത്ത മാസം വീട് വാങ്ങുമല്ലേ, അത് ഒപ്പിക്കാൻ തന്നെ അവർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അത് മാത്രമല്ല, അവർ നിന്റെ കല്യാണം നടക്കാൻ ചെയ്ത സഹായമൊക്കെ നീ മറന്നോ? പകരമായിട്ട് അപ്പുവിന്റെ വിദ്യാഭ്യാസ ചെലവൊക്കെ നീ നോക്കാന്നല്ലേ അന്ന് വീരവാദം മുഴക്കിയത്. ഇപ്പൊ എന്താ, നിനക്ക് അതിന്റെ കഴിവൊന്നുമില്ലേ? അമ്മയെ ചെയ്യേണ്ടൊക്കെ ഞാൻ ചെയ്യും. ഒരു മാസത്തെ കാര്യം അത്രയല്ലേ ഞാൻ പറഞ്ഞോളൂ. എടാ, അത് നാണക്കേടല്ലേ എടാ. അല്ലെങ്കിൽ തന്നെ നീ എന്തിനാണ് അവളുടെ അനിയത്തിക്ക് ചെക്കനെ പിടിക്കാൻ നടക്കുന്നത്? അതിന് അവളുടെ തന്തയില്ലേ? നീ പോയി ആദ്യം ഫീസ് അടയ്ക്കാൻ നോക്ക്. അമ്മ, ഞാൻ അവക്ക് വാക്ക് കൊടുത്തു പോയി. എന്തോന്ന് വാക്ക്? സത്യങ്ങളൊക്കെ അവൾ അറിഞ്ഞാലുണ്ടല്ലോ, അവള് നിന്നെ കളഞ്ഞിട്ട് പോകും. ഏത് നേരത്താണെന്തോ. നീ കിരണേ, സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. എന്തു പറ്റി? ചേച്ചിയുടെ സ്വാതന്ത്ര്യമൊക്കെ കാണിക്കാം, പക്ഷേ ഇത് ഇച്ചിരി കൂടുതലാണ് കിരൺ. ഇപ്പൊ നമ്മുടെ കല്യാണം കഴിഞ്ഞു, ഇനി കിരണിന്റെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് ഞാനല്ലേ? ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടെന്നുള്ള വിചാരം പോലും കാണിക്കാതെ ചേച്ചിയുടെ ചില നേരത്തെ പ്രവൃത്തികൾ കാണുമ്പോ ഇപ്പൊ എന്താ പറ്റിയതിനെ? ഇപ്പോന്നല്ല, എപ്പോഴും അങ്ങനെയാണ്. കിരണിന്റെ കാര്യത്തില് ചേച്ചി അമിതമായിട്ടുള്ള സ്വാതന്ത്ര്യം എടുക്കുവാണ്. വന്നു കയറി അന്ന് തൊട്ട് ഞാൻ സഹിക്കുവാണ്. പോട്ടെ പോട്ടെ എന്ന് വിചാരിക്കുമ്പോ എന്തും ആകാന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ചേച്ചിക്ക്. വലിയ വഴക്കുകളാവുന്നതിന് മുന്നേ നമുക്ക് ഇവിടെ നിന്ന് മാറി ഒരു വാടക വീട് നോക്കിയാലോ? എടി, മാറി താമസിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നീ ഇപ്പൊ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നേല്ലേ ഉള്ളൂ. അതിനുമുമ്പ് മാറിപ്പോകേണ്ട കാര്യമാണ് നീ ചിന്തിക്കാണ്ട്. പിന്നെ ഒരു വീടാകുമ്പോ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ടങ്ങ് പൊരുത്തപ്പെട്ട് പോകണ്ടേ? ഇതങ്ങനൊന്നും അല്ല കിരൺ. നമ്മൾ വഴക്കുണ്ടാക്കി പിരിയുന്നതിനേക്കാൾ നല്ലതല്ലേ ഇപ്പോഴേ അങ്ങ് മാറി താമസിക്കുന്നത്. എന്താ ലക്ഷ്മി, മാറി താമസിക്കുന്ന കാര്യമൊക്കെ അത്ര പെട്ടെന്ന് ഇവിടെ മടുത്തോ? ഭാര്യയും ഭർത്താവും താമസിക്കുന്ന ഈ റൂമില് ചോദിക്കാതെ കയറി വരുന്നത് ശരിയാണോ ചേച്ചി? ഇങ്ങനെയൊക്കെ കണ്ട ആർക്കായാലും മാറി താമസിക്കാൻ തോന്നും. കുടുംബത്തിലോട്ട് കയറി വന്നിട്ട് അധികം നാളായില്ല, അതിനു മുമ്പ് തുടങ്ങിയല്ലോ അടിയുണ്ടാക്കാനുള്ള വകയൊക്കെ. ചേച്ചി പോട്ട് വിട്ടുകളാ. ഈ പേരെടുത്ത കുടുംബത്തിലേക്കേ നിനക്ക് ഈ താലി അണിഞ്ഞോണ്ട് വരാൻ പറ്റിയത് ഞാനും കൂടെ ഉണ്ടായിട്ടാ. എന്റെ അടുത്താ അവൾ എന്റെ അനിയനെ അകറ്റാൻ നോക്കുന്നത്. പിന്നെ എത്ര വർഷം കഴിഞ്ഞാലും ഇവ എന്റെ അനിയനല്ലാതാകുന്നില്ല. അതോർത്ത് ജീവിച്ചാൽ നിനക്ക് കൊള്ളാം കേട്ടോ മോളെ. കിരണേ, ഒരു കാര്യം, കിരണ് ചേച്ചിയോടുള്ള സ്നേഹമൊക്കെ ഓക്കെയാണ്. ചേച്ചിക്ക് ഇങ്ങോട്ടുള്ള വാത്സല്യവും ശരിവെക്കാം. പക്ഷേ ഇതൊരുമാതിരി കിരൺ ചേച്ചിയെ പേടിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. അത് മുതലെടുക്കാൻ ചേച്ചി ശ്രമിക്കുന്നുണ്ടെന്നും എനിക്ക് തോന്നുന്നുണ്ട്. കാര്യം എന്താ, എന്നോട് പറ. എന്ത് കാര്യം? ഭർത്താവിന്റെ സ്നേഹം പങ്കിട്ട് പോകുന്ന കാണുമ്പോ ഒരു ആവറേജ് ഭാര്യയ്ക്ക് ഉണ്ടാവുന്ന കുശുമ്പ്, അതാണ് നിന്റെ കുഴപ്പം. അല്ല ഞാൻ നിന്നെ ചേച്ചിയെ പഠിക്കണം. അപ്പൊ ചേച്ചി പറഞ്ഞതോ? ചേച്ചിയും കൂടെ വിചാരിച്ചിട്ടാ നമ്മുടെ കല്യാണം നടന്നതെന്ന്. എടി, എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞപ്പോ അളിയനും ചേച്ചിയും കൂടെയാണ് നമ്മളെ സപ്പോർട്ട് ചെയ്തത്. എന്നാലും ഇല്ല. നീ ഇപ്പൊ റെഡിയായി, നമുക്ക് പുറത്തു പോവാം. ചെല്ലടി. എന്താ ഇത്? കല്യാണം കഴിഞ്ഞ മാസം മുതൽ 50,000 വെച്ച് കിരൺ ഇത് ആർക്കാ അയക്കുന്നേ? ഞാൻ അറിയാത്ത ട്രാൻസാക്ഷൻസ് ആണല്ലോ ഇതൊക്കെ. എന്നോടിനി മനഃപൂർവ്വം പറയാത്തതാണോ? അതോ ഇനി ജോലിയുടെ വല്ലതോ ആയിരിക്കോ? ഹലോ ചേച്ചി. മോളെ പറ, അവിടെ ഒരുക്കങ്ങൾ എന്തൊക്കെയായി? അങ്ങനെ പോകുന്നു ചേച്ചി. അച്ഛൻ എല്ലാത്തിനും വേണ്ടി ഒറ്റയ്ക്ക് ഓടി നടക്കുക. പിന്നെ
അന്ന് ചേട്ടൻ കുറച്ച് പൈസ തരാന്ന് പറഞ്ഞു ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അത് വേണ്ടെന്ന് അച്ഛൻ പറയാൻ പറഞ്ഞു. ചേട്ടൻ തിരക്കിലാണോ ചേച്ചി? പണം അയക്കാൻ ഞാൻ പറഞ്ഞതായിരുന്നല്ലോ. ചിലപ്പോൾ മറന്നു കാണും, അല്ലെങ്കിൽ എന്തെങ്കിലും ബാങ്കിന്റെ സെർവർ ഇഷ്യൂ വല്ലതും ആയിരിക്കും. ഞാനൊന്ന് ചോദിക്കട്ടെ മോളെ. അത് കുഴപ്പമില്ല ചേച്ചി, അച്ഛനത് സെറ്റ് ചെയ്തോളും. നിങ്ങൾ നേരത്തേക്ക് വന്നാൽ മതി. അതൊക്കെ വരും. എന്തായാലും ചേട്ടൻ തരാന്ന് പറഞ്ഞതല്ലേ മോളെ, അത് വേണ്ടാന്ന് വെക്കണ്ട. നീ ഹാപ്പി ആയിട്ടിരിക്കും. ഇല്ല ഏട്ടാ, അടുത്ത മാസം മുഴുവൻ തുകയും ഞാൻ നോക്കിക്കോളാം. ഈ മാസം കുറച്ച് ടൈറ്റായി പോയതാണ്. കാശ് എങ്ങനെയെങ്കിലും ഞാൻ സെറ്റാക്കാം. ഏട്ടാ, നിങ്ങൾ ചെയ്ത ഒരു സഹായം ഞാൻ മറന്നിട്ടില്ല. അതുകൊണ്ടാണല്ലോ നിങ്ങളോട് ചോദിക്കുന്നത്. ചേട്ടൻ വീട് വാങ്ങാൻ വെച്ച പൈസയില്ലേ, അതിൽ നിന്ന് കുറച്ചൊന്ന് മറിക്കേ. പ്ലീസ് പ്ലീസ് ഏട്ടാ. ഇതെങ്ങാൻ ലച്ചു പറഞ്ഞ എൻ്റെ ഇമേജ്. നിങ്ങൾ ഈ താലിമാല വാങ്ങാനല്ലേ കിരണിനെ സഹായിച്ചത്? ഇതിന്റെ പേരും പറഞ്ഞ് കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ നിങ്ങൾ എല്ലാരും കൂടെ കിരണിനെ ഭീഷണിപ്പെടുത്തി മുൾമുലയെ നിർത്തുക. സ്വർണത്തിന്റെ തൂക്കത്തിൽ കാര്യമില്ലെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കിരൺ കെട്ടിയ ഈ താലി ഒരു മഞ്ഞ ചരടിലാണെങ്കിലും ഞാൻ ഇട്ടുകൊണ്ട് നടക്കും. അത് ഇട്ടുകൊണ്ട് നടക്കാനേ എനിക്ക് ഒരു കുറച്ചിലും ഇല്ല. ഇതിനെ താങ്ങാൻ ഒരു മഞ്ഞ ലോഹത്തിന്റെ ആവശ്യം എനിക്കില്ല. അതിനെ എനിക്ക് മനസ്സിന്റെ ഉറപ്പ് മതി. പക്ഷെ ചേച്ചിയായ നിങ്ങളെ ഇതിന്റെ പേരിൽ അനിയനെ ഇങ്ങനെ മുതലെടുക്കാൻ പാടില്ലായിരുന്നു. 5 പവൻ കൊടുത്തതിന്റെ പേരിൽ നിങ്ങളുടെ കുഞ്ഞിന്റെ പഠനച്ചെലവ് മുഴുവൻ കിരണിന്റെ തലയിൽ കെട്ടിവെച്ചില്ലേ? ആ മനസ്സുണ്ടല്ലോ, അതിന് കൂട്ടിന് ഒരു അമ്മയും. നാണയില്ലല്ലോ. അതും പോരാഞ്ഞിട്ട് മാസാമാസം കിരൺ കൊടുത്തുകൊണ്ടിരുന്ന 50,000 രൂപ മുടങ്ങിയപ്പോൾ ഉള്ള അളിയന്റെ ഒരു മെസ്സേജും അതും കൂടെ കണ്ടപ്പോ എനിക്ക് മതിയായി. ഇനി മേല ഈ കണക്കും പറഞ്ഞ് കിരണിന്റെ അടുത്ത് പോവരുത്. ഈ മാല എടുത്തിട്ടേ ഇത്രയും നാളെ നിങ്ങൾ എന്റെ ചേണ്ടേന്ന് വാങ്ങിയ പൈസ എല്ലാം ഇന്ന് എന്നെ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കണം. എടോ സോറി, എനിക്ക് തന്നോട് പറയാൻ നാണക്കേടായിരുന്നു. അതാ. കിരൺ, നമുക്കിപ്പോൾ വിവാഹ ജീവിതം തുടങ്ങണ്ട. ആദ്യം നമുക്ക് നല്ല ഫ്രണ്ട്സ് ആവാം. കിരൺ എന്നാണോ ഒളിമറയില്ലാതെ എന്നോടെല്ലാം തുറന്നു പറയാൻ പറ്റുന്നത്, അന്ന് നമ്മൾ നല്ല പാർട്ട്നേഴ്സ് ആവും. എടോ, തനിക്ക് വിഷമമായെന്ന് എനിക്ക് മനസ്സിലായി. കല്യാണത്തിന് 1 മാസം മുമ്പ് എനിക്ക് ബിസിനസ്സിൽ ചെറിയൊരു ചീറ്റിങ് പറ്റി. അതിൽ ഞാനങ്ങ് പെട്ടുപോയി. പക്ഷേ ആ ഒരു അവസ്ഥയിൽ ഞാൻ പെട്ടെന്ന് ക്യാഷില്ലാതെ വന്നപ്പോൾ സഹായിക്കാൻ വന്നത് അളിയനും ചേച്ചിയുമാണ്. പക്ഷെ അവരതിനൊരു ഇൻവെസ്റ്റായി കണ്ട് എന്നെ മുതലെടുക്കാതെ ഞാൻ അറിഞ്ഞപ്പോൾ വൈകിപ്പോയോടോ. കിരൺ, ഞാൻ പറഞ്ഞില്ലേ തന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ച സാഹചര്യം എന്താണെന്ന് ഞാൻ ചോദിക്കുന്നില്ല. തനിക്ക് എന്നോടെല്ലാം എന്ന് പറയാൻ പറ്റുന്നോ അന്ന് പറഞ്ഞാൽ മതി. എനിക്കതിൽ ഒരു ധൃതിയും ഇല്ല, ഒരു പരാതിയും ഇല്ല. നമുക്ക് ഫ്രണ്ട്സ് ആവാം കിരൺ. എടോ, തന്നോട് ഇഷ്ടക്കേട് ഉണ്ടായിട്ടല്ല ഞാൻ തന്നോട് കാര്യങ്ങൾ പറയാതിരുന്നത്. എനിക്കൊരു കുറച്ചിൽ പോലെ തോന്നി. കെട്ടാൻ പോകുന്ന പെണ്ണിന് താലി പോലും വാങ്ങാൻ കെൽപ്പില്ലാത്ത ഒരുത്തനാണ് ഭർത്താവെന്ന് അറിഞ്ഞാൽ താനെന്ത് വിചാരിക്കും? അത് ഓർത്തിട്ടാ. താനിപ്പോൾ ടെൻഷൻ അടിക്കണ്ട. ആദ്യം കിരണിന്റെ കടങ്ങളൊക്കെ തീരട്ടെ, ഞാനും ജോലിക്ക് പോവാം. പിന്നെ ബിസിനസിന്റെ കാര്യത്തിൽ ഫണ്ടിന്റെ എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ എൻ്റെ കയ്യിൽ കുറച്ച് സേവിങ്സ് ഉണ്ടോ. പരിശുദ്ധിയും കമ്മിറ്റ്മെന്റൊക്കെ ആദ്യം വേണ്ടത് മനസ്സിലാണ്, എന്നിട്ടല്ലേ മാലയും താലിയൊക്കെ. I am lucky to have you as my partner. No, as a friend.